ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ AN ജ്വല്ലറിയുടെ ഉടമ നമ്മുടെ അബിയെ വന്ന് കണ്ടേക്കുക. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും നവ്യോട് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. അബിക്ക് മുന്നിൽ അബിയുടേതായ നല്ലൊരു ഭാവി കിടപ്പുണ്ടെന്ന്. അതൊക്കെ പറഞ്ഞ് അബി ഒന്ന് മോഹിപ്പിക്കാം. തന്നെ ഒരുപാട് നാൾ അനന്തപുരിയിൽ തളച്ചിടാനൊന്നും പറ്റത്തില്ലടോ, നീ AN ജ്വല്ലറിയുടെ ഭാഗമാകണമെന്നൊക്കെ ഇയാൾ പറഞ്ഞു കൊടുക്കുക. പക്ഷേ നവ്യ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എന്നാവണം. കൂടെ അങ്ങ് കൂടിക്കോന്നേ. പിന്നെ നഷ്ടപ്പെട്ടു പോയ പ്രതാപമൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നേ. അപ്പം ഞാൻ ആകെ രണ്ടും കെട്ട അവസ്ഥയിലാണ് സാറേ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം. അതിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാമെന്ന് വാക്ക് തരിക. എന്താ പോരേന്ന് ചോദിച്ചു. ഇപ്പം നിൻ്റെ പണിയൊക്കെ പോയെങ്കിലും ആർക്കും കിട്ടാത്തൊരു തുകയല്ലേ ഞങ്ങൾ നവ്യയ്ക്ക് കൊടുക്കുന്നത്? ഏതെങ്കിലും ജ്വല്ലറിക്കാർ നവ്യയെപ്പോലെ ഒരു പുതുമുഖത്തിന് അത്രയും തുകയൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനും അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാതിരുന്നിട്ടില്ല. എൻ്റെ വീട്ടിലുള്ളവർക്കും അക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടെന്ന് പറയുമ്പം മൂർത്തീസ് ജ്വല്ലറി മാത്രമല്ല, അനന്തപുരി തറവാടും ഇപ്പോൾ ഒരു തകർച്ചയുടെ വക്കിലാണ്. അതിനാക്കം കൂട്ടണം. ആദർശ് MD സ്ഥാനത്ത് നിന്ന് പുറത്തായി കഴിഞ്ഞെന്നും അവനേക്കാളും കഴിവ് കുറഞ്ഞ അവൻ്റെ അനിയനാണ് ഇപ്പോൾ ആ സ്ഥാനത്തിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിനക്കെന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളാൻ പറഞ്ഞു. ഒരു വിസിറ്റിംഗ് കാർഡും കൊടുത്തു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. അല്ല സാർ തന്നെയാണോ ഈ ഒരു ജ്വല്ലറി മുന്നോട്ട് നയിക്കുക, അതോ സാറിന് വല്ല പാർട്ട്നേഴ്സോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് താൻ കരുതിക്കോളാൻ പറഞ്ഞു. ആദ്യമായി മീറ്റ് ചെയ്തതല്ലേ, നമുക്ക് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു കോഫി കുടിച്ചാലോ? വേണ്ട സാർ, ഞാൻ ഇപ്പോൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരി ആയിക്കോട്ടെ, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോയി. അബിയാണെങ്കിൽ ഈ ചീട്ടും കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുക അവിടെ. വണ്ടിയിൽ കയറിയിട്ട് അബിയെ നോക്കി ഒരു ചിരിയും ചിരിച്ച് അയാൾ അങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജ ആട്ടോ. ജലജ അവിടെ നിന്ന് അബിയുമായിട്ട് സംസാരിക്കാം. ഇപ്പം ദൈവങ്ങൾ നമ്മുടെ കൂടെയാടാ എന്നും പറഞ്ഞു മോൻ അമ്മയോട് ചെയ്യുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ അതിനുള്ള നന്ദി നമ്മൾ ദൈവത്തിനോട് പറയണ്ടേടാ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഈ വീട്ടിലുള്ള നമ്മുടെ ഏറ്റവും വലിയ 2 ശത്രുക്കളാണ് ഇപ്പോൾ വീട് വിട്ട് പോയിരിക്കുന്നത്. ഇനി ഒരുത്തിയും കൂടി ഉണ്ട്, നമ്മുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ദേവയാനി എന്ന് പറയുന്നവൾ. അവളും കൂടി ഒന്ന് പുറത്താവണം. അവളും ഇനി മരുമോളം നോക്കാനേ ചിലപ്പോൾ പോയെന്നും ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ന് ഓഗസ്റ്റ് 15 ആടാന്ന് പറഞ്ഞു. അപ്പം മോൻ ഒരു ചിരിയും ചിരിച്ച് അമ്മയെ നോക്കുക. അങ്ങനെ ഇവരിതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവയാനിയെ കണ്ടപ്പോഴത്തേക്കും സംസാരം അങ്ങ് നിർത്തി. ഇവിടെ വരവത്ര പന്തി അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ മുഖത്ത് ഭയങ്കര സങ്കടമുണ്ട്. അഭി നോക്കുമ്പോഴും ശരിയാ, ദേവയാനിയുടെ മുഖത്ത് ഭയങ്കര ഒരു സങ്കടഭാവം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ദൈവം എന്ത് പണിയാണ് വരാൻ പോണേ എന്നുള്ളൊരു ടെൻഷനെ. ചന്തുമോൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുത്തിരുന്നവർ പടിയിറങ്ങിപ്പോയെന്നും അവർ കൊടുത്തിരുന്ന സ്നേഹം ഇനി മുതൽ നീ വേണം അവൾക്ക് കൊടുക്കാനെന്നും ദേവയാനി അഭിയോട് പറയണു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഇവർ. അതുകൊണ്ട് നിന്റെ ഭാര്യ സംശയിക്കോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല എന്നും. മോളാണെങ്കിൽ ഒരേ കരച്ചില. പിന്നെ മോളെന്ന് ഇപ്പം തന്നെ എടുത്തുകൊണ്ട് പോകണമെന്നും പറഞ്ഞു ദേവയാനി. അല്ല എങ്ങോട്ടാ അമ്മായി? മോളെ പുറത്തൊക്കെ കൊണ്ടുപോയി മോൾക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് മോളുടെ സങ്കടം മാറ്റിയിട്ട് വേണം തിരികെ കൊണ്ടുവരാനെന്ന കാര്യം ഈ ദേവയാനി അബിയോട് പറയാം. അപ്പോൾ നവ്യ ഇവിടെ ഉണ്ടല്ലേ ഏട്ടത്തി? അതറിയാം. ആരുണ്ടായാലും ശരി, ഇനി ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവനെ സ്വന്തം മോൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചേ പറ്റൂ. ദേവയാനി കട്ടായം അങ്ങ് പറഞ്ഞു. ഈ വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് ത്യാഗം സഹിച്ചവരാ എൻ്റെ മോനും മരുമോളും ഒക്കെ. അത് മറന്നു പോകരുതെന്ന് പറഞ്ഞു. അവരേതായാലും ഇവിടുന്ന് പോയി കഴിഞ്ഞു. അത് നിങ്ങൾ രണ്ടുപേരും എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട, നോക്ക് നിൽക്കാൻ ചെല്ലടാ, മോളെ പുറത്തു കൊണ്ടുപോയി ചുറ്റിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു. ശരി അമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് അഭി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അഭി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ പല്ലും കടിച്ച് പിടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ വീട്ടിൽ നിന്ന് ആദ്യം പുറത്ത് പോകേണ്ടതേ നീയും പിന്നെ ആ പോയവനുമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറയുമ്പം അച്ഛൻ ഇങ്ങനെ ആദർശനെ തള്ളിക്കളയുമെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചതാണോ ഏട്ടത്തി? അങ്ങനെ തള്ളി പറഞ്ഞപ്പോഴേ അവൻ ഇവിടെ കടിച്ച് തൂങ്ങി കിടക്കുകയല്ലടി ചെയ്തത്. ഈ വീട് വിട്ട് പോവുകയാണ് ചെയ്തത്. ആദർശാവാൻ നിന്റെ മകൻ ഒരിക്കലും കഴിയില്ല, നയനയാവാൻ നിന്റെ മരുമകൾക്കും കഴിയില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ജലജ എടുത്തിട്ട് പൊരിക്കുക. പിന്നെ നവ്യയുടെ വിചാരം അബിക്ക് അവളോട് വലിയ സ്നേഹമാണെന്നാ. എന്നാ നിന്റെ മകന് അവൻ്റെ ഭാര്യയോടും കുഞ്ഞിനോടും ഒട്ടും സ്നേഹമില്ലെന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അത് നിനക്കും നന്നായിട്ട് അറിയാം ഇല്ലേടി? എന്നിട്ടും അഭിയെ ഉയർത്തി കാണിച്ചിട്ട് ആദർശിനെ പല നേരത്തും അവൾ തള്ളി പറയുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴേ മനസ്സിനെ നിയന്ത്രിക്കാൻ പാടുപെടുക ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ പലരും. അതിൽ നിന്നൊരിത്തിരി ആശ്വാസം കിട്ടാനാ നിന്നെയും നിന്റെ മോനെയും കൊണ്ട് ഇതുവരെ ചെയ്യാത്ത ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായോടി? ഇനി അത് കൂടി വരത്തേ ഉള്ളൂ. സഹിക്കാൻ വയ്യെന്നുണ്ടെങ്കിൽ നീ നിന്റെ മരുമോളോട് ഇവിടുന്ന് സത്യം പറഞ്ഞിട്ട് മോനെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കടി എന്നും ദേവയാനി പറയാണ്.
അതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ പല്ലൂർമ്മ പിടിച്ച് നിൽക്കുക. പിന്നെ കാണിക്കുന്ന ചന്തമോൾ അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുമ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വന്നു. മോൾക്ക് ഭയങ്കര സങ്കടമാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ചെറിയച്ഛനൊരു കാര്യം ചെയ്യാം, മോളെ പുറത്ത് കൊണ്ടുപോയി എല്ലായിടും ഒന്ന് ചുറ്റി അടിച്ചു കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കൊച്ചൻ. അയ്യോ അങ്ങനെ പറയരുത്, മോളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ചെറിയച്ഛൻ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു ഇത് കണ്ടുകൊണ്ട്. മോള് വാ എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുമ്പം ഇവളെ കൊണ്ട് എവിടെ പോവാന്ന് ചോദിച്ചു ജലജ. അമ്മേ നവ്യ എവിടെയാണെന്ന് ആദ്യം നോക്കാൻ പറഞ്ഞു, അവൾ താഴെ കാണുമല്ലോ, ഉണ്ടോന്ന് അമ്മ ആദ്യം ഒന്ന് പോയി നോക്ക്, അവിടെ ഇല്ലെങ്കിൽ എനിക്ക് മോളെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞു. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഒരുക്കി തരുന്നതെന്ന് ജലജ അന്നേരം ഇവിടെ നിന്ന് അഭിയോട് ചോദിക്കാം. അവളുടെ മോനും മരുമോളും വീട് വിട്ട് പോയതിൻ്റെ ദേഷ്യം നമ്മളോടാണല്ലോ അവൾ തീർക്കുന്നതെന്ന് ചോദിക്കുമ്പം അമ്മേ ഈ സമയത്ത് അവരെ ചൊടിപ്പിക്കാതിരിക്കുന്നതാണ് വളരെ നല്ല കാര്യം. പിന്നെ ഞാൻ മോളെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വരാമേ, പിന്നെ ഈ സമയം എനിക്ക് ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടണ്ടല്ലോ. അമ്മയൊന്ന് പോയി നോക്കിയിട്ട് വാമയെന്ന് പറഞ്ഞ് ജലജയെ പറഞ്ഞു വിടുക. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചോ. അതൊക്കെ ഒരിടത്തേക്കാണ് നമ്മൾ കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ മോളുടെ കൈ നിറയെ സമ്മാനങ്ങൾ ഉണ്ടാവണം, ഇല്ലെങ്കിലേ മോളുടെ മുത്തശ്ശി എന്നെ കൊല്ലും എന്ന് അഭി പറയാം. മോള് വാ 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 വന്നേ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പാത്തും പതുങ്ങി താഴേക്ക് ഇറങ്ങി പോകാൻ നോക്കുക. അപ്പോഴേക്കും ജലജ താഴേക്ക് ഇറങ്ങി ചെന്നു. ദേവയാനി എവിടെ അടി നിൻ്റെ മോൻ എന്ന് ചോദിച്ചു. അവനോട് ഞാൻ പറഞ്ഞല്ലേടി ചന്തുമോളെയും കൊണ്ട് പുറത്ത് പോകാൻ, എന്നിട്ടെന്നാടി അവൻ്റെ കുഞ്ഞിന്ന് പയ്യെ പറയട്ടെ എന്ന് ജലജ പറഞ്ഞപ്പോൾ നിന്റെ മരുമോള് കേട്ടോ, അതോടെ നിന്റെ മോൻ്റെയും ജീവിതം ഇരുട്ടിലാവുമല്ലോ അല്ലേ എന്നും പറഞ്ഞ് ദേവയാനി കളിയാക്കുക. പിന്നെ ഞാനായിട്ട് എന്തായാലും അവളോടൊന്നും പറയത്തൊന്നുമില്ല. ഇനി അബദ്ധവശാൽ ഇവരുടെ സംസാരം കേട്ട് അവൾ നിന്റെ മോനെ തള്ളി കളയുകയാണെങ്കിൽ അത് അവൻ്റെ വിധിയാണെന്നങ്ങ് കരുതിയാൽ മതി. കളയാണെങ്കിൽ കളയട്ടേടി, എൻ്റെ മോനും മരുമോളും ഇപ്പം ഈ വീടിന് പുറത്താ, അതുകൊണ്ട് എനിക്ക് ഇനി ആരെയും സ്നേഹിക്കേണ്ടേ പരിചരിക്കേണ്ടേ ഒന്നും ഒരു കാര്യവും ഇല്ല എന്ന് ദേവയാനി പറയണം. നീ പെട്ടെന്ന് പറ അവനോട് കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോകാനായിട്ട്. കുഞ്ഞിന് വേണ്ടുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നും പറ, ഡ്രസ്സും ഭക്ഷണവും എല്ലാം വാങ്ങിച്ചു കൊടുക്കണം. അവൻ പാപ്പരാണ് ഏട്ടത്തി. അവൻ പാപ്പരാണെങ്കിൽ എന്താ, അവൻ്റെ ഭാര്യ പണക്കാരിയല്ലേ, അവൾ വലിയ മോഡലല്ലേ, അപ്പം പിന്നെ അവൾക്ക് കിട്ടിയതിൻ്റെ ഒരു വിഹിതം അവനും കൊടുക്കുന്നുണ്ടാവുമല്ലോ. അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് മോശമല്ലേ എന്ന് ജലജ ചോദിക്കുമ്പം ആർക്കാടി കുറച്ചില്, ഭാര്യയുടെ ചിലവിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവനാ അവൻ. ഇപ്പോഴും നവ്യയെ ഒഴിവാക്കിയിട്ട് നല്ല സമ്പത്തുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയാക്കാൻ അവസരം കിട്ടിയാലേ നീയും നിന്റെ മോനും അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ആർക്കാടി അറിയത്തില്ലാത്തത്. അതാ നവ്യ എന്ന് പറയണം, മന്ദബുദ്ധിക്ക് മാത്രം മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. പോയ അവനോട് അവൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോരാൻ പറയടി എന്നും പറഞ്ഞുകൊണ്ട് ജലജയെ പറഞ്ഞു വിട്ടു ദേവേൻ. എന്നിട്ട് ദേവേൻ ഇങ്ങനെ കലി കയറി അവിടെ അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അബിയാണെങ്കിൽ കൊച്ചിനെ ഒരുക്കി റെഡിയാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. നീ ഇതുവരെ വരാത്തത് എന്താടാ, നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞു ഉറഞ്ഞ തുള്ളിക്കൂടെ താഴെ ഒരുത്തി ഇരിപ്പുണ്ട് നിൻ്റെ അമ്മായി എന്ന് പറയുന്നവള്. അവൾ നിന്നെ ഇവളെ അന്വേഷിക്കുന്നുണ്ട്, നീ പെട്ടെന്ന് പോകാൻ നോക്കാൻ ജലജ പറയുമ്പം അതെ നവ്യ ഇങ്ങോട്ടെങ്ങാനും വരികയാണെങ്കിൽ അമ്മ അവളെ ഒന്ന് പിടിച്ചു നിർത്തിയേക്കണേ. എടാ നീ പോയതിന് ശേഷം അവൾ നിന്നെ തിരക്കുമല്ലോ, അപ്പം നീ എന്തു പറയും? അതെ ഞാൻ പുറത്ത് പോയി നിങ്ങൾ പറഞ്ഞാൽ മതി, പിന്നെ ഇവളെയും കൊണ്ട് പോയെന്ന് പറയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അമ്മയോട്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ അവളുടെ കണ്ണു വെട്ടി ചക്കത്തും കയറിക്കോളാം. എൻ്റെ ദൈവമേ, എന്നാലും ഇത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ, ഇതിലും നല്ലത് നീ പോയി തൂങ്ങിച്ചാവുന്നതാടാ എന്ന് അമ്മ പറഞ്ഞപ്പം അങ്ങനെയൊക്കെ ഞാനും ചിന്തിക്കുന്നുണ്ട് എൻ്റെ അമ്മ. അതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ജീവിതത്തിലെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു വിധി ഉണ്ടാവരുത്. അത് ഞാനല്ലേടാ പറയേണ്ടത്, നീയാണോ? നീ കാരണം പണിയെടുത്തിട്ട് നടു ഒടിഞ്ഞു, എൻ്റെ ആരോഗ്യം മുഴുവനും ക്ഷയിച്ചും പോയി. നീ നോക്കെൻ്റെ മുഖത്തേക്ക് കരുവാളി ചിരിക്കുക, ഗ്ലാമറും പോയെന്നൊക്കെ ജലജ പറഞ്ഞപ്പം അമ്മമ്മയായ അമ്മയ്ക്കിനി എന്തിനാമേ ഗ്ലാമർ എന്ന് അഭിനന്ദനം ചോദിച്ചു. എടാ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ളവർ എന്തിനാണ് അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുന്നതെന്ന് ജലജ ചോദിക്കണം. നീ താഴെ ഇരിക്കുന്നവളെ കണ്ടില്ലേ, വീട്ടിൽ പോലും അണിഞ്ഞൊരുങ്ങിയാണ് അവൾ നടക്കുന്നത്, റാണിമാരെ പോലെ. അവൾ എന്നെക്കാളും 2-3 വയസ്സിന് മൂത്തതല്ലേ എന്ന് ചോദിച്ചപ്പം എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ ജീവിതം കട്ടപ്പുറത്താക്കിയില്ലേന്ന് ചോദിക്കുമ്പം നീ തന്നെ അത് പറയണോടാ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ ഇവളെയും കൊണ്ട് പോകാൻ നോക്കാം, അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് ജലജ നിൽക്കണം. അല്ലെങ്കിൽ രണ്ടും തലതിരിഞ്ഞ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് കിടന്ന് നീ നട്ടം തിരിയും. പോടാ അങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ജലജ മോനെ പറഞ്ഞു വിടുക. ഇവൻ ചെയ്ത തെണ്ടിത്തരത്തിന് എല്ലാവരും തീർക്കുന്നത് എൻ്റെ ദേഹത്തേക്കാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് അഭി കൊച്ചുമായിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. ദേവയാനി അവിടെ ഇരിക്കുന്നു. അപ്പം മോള് പോയിട്ട് അച്ഛനും അമ്മ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് മോളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതേ ഇവനാണെന്ന് പറഞ്ഞ് ചന്തുമോളെ വിളിച്ചു നിർത്തി ദേവയാനി പറയുക. അപ്പോൾ വേണമെങ്കിൽ ഞാനും കൂടെ പോയിട്ട് വരാം ഏട്ടത്തി എന്ന് ജലജ ചോദിക്കുമ്പോൾ വേണ്ട, നീ അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് പോവണ്ട, നിനക്ക് ഇവിടെ ഇഷ്ടം പോലെ പണി കിടപ്പുണ്ട് കേട്ടോ. പുറത്ത് ചുറ്റാൻ പോയാൽ അതിൽ നിന്നൊക്കെ നിനക്ക് ഒഴിവാകാലോ അല്ലേ. അപ്പം അതുകൊണ്ടൊന്നും അല്ല ഏട്ടത്തി ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെങ്കിലും ഇവനും മോളും മാത്രം ഇവിടെ നിന്ന് പോയാൽ മതിയെന്നും ഇനി മുതൽ ഇവനാണ് മോളെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പോകുന്നതെന്നും ദേവയാനി പറയണു. എന്നാൽ പിന്നെ നവ്യ കാണുന്നതിന് മുന്നേ പോയിട്ട് വാ മോനെ എന്ന് പറഞ്ഞ് ജലജ പറഞ്ഞപ്പം അവൾ കണ്ടാലും പോണം
അതിനെ അവൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ള മറുപടിയൊക്കെ ഇവൻ കണ്ടുവച്ചിട്ടുണ്ടാകുമെന്നും ദേവയാനി അന്നേരം പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ അബി ഇങ്ങനെ ആകെ നട്ടം തിരിഞ്ഞ് നോക്കുക. പിന്നെ കള്ളം പറയുന്ന നാവായതുകൊണ്ട് അത് എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നോക്കി നിൽക്കാതെ പോയിട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് അബിയെ പറഞ്ഞു വിടുന്നു. അബിയും കൊച്ചും കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് നവ്യ മുകളിൽ നിന്ന് ഇത് കാണുന്നത്. ഇത് കണ്ട നവ്യ അന്തം വിട്ടിങ്ങനെ നോക്കുക. അബി കൊണ്ടുവന്ന് കൊച്ചിനെ വണ്ടിയെ കയറ്റുന്നത് നവ്യ കണ്ടു. അവനും പോയി വണ്ടിയെ കയറി. അപ്പോഴത്തേക്കും ഇത് കണ്ട് മുകളിൽ നിന്ന് പറന്നിറങ്ങി പറഞ്ഞു നവ്യ. നവ്യ ഓടി വരുന്നത് ജലജയും ദേവയാനിയും കണ്ടുകൊണ്ട് നിൽക്കുക. പറന്ന് വന്നിങ്ങനെ നോക്കി നിൽക്കപ്പോൾ ഇവളിത് എങ്ങോട്ട് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം അവരവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് നവ്യ ഓടി മുറ്റത്തേക്ക് വന്നതും വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി. എടാ നിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും വണ്ടിയും കൊണ്ട് ആള് പോയി. എടാ നിൽക്കണം അവിടെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കിടന്ന് ഒച്ച വയ്ക്കും. ആരെ കേൾക്കാൻ എവിടെ കേൾക്കാൻ. അവർ പോകേണ്ട അടുത്തേക്ക് അവർ പോയി. പിന്നെ തുള്ളി പറഞ്ഞ് അകത്തേക്ക് കയറി വന്നു. അവളെയും കൂട്ടി അപ്പൊ എവിടെ പോയത് അമ്മയെന്ന് ജലജയോട് വന്നു ചോദിച്ചു. എനിക്കറിയത്തില്ല. അപ്പൊ എനിക്കറിയാവെന്ന് പറഞ്ഞു ദേവയാനി. ചന്തുമോൾക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാനാ അവൻ പോയിരിക്കുന്നത്. അവൻ എന്തിനാ അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്? എന്തിനാണെന്ന് നീ അവനോട് ചോദിക്കണമെന്ന് നവ്യയോട് ദേവയാനി പറഞ്ഞു. ജലജയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അവൻ്റെ കയ്യിലുണ്ടാവും അതിനുള്ള മറുപടി എന്താണെന്ന്. അവന് ജോലിയില്ലാന്ന് കരുതിയിട്ടേ അവന് ഒരുപാട് അങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പം, അങ്ങനെ അവന് ടോർച്ചർ ചെയ്യുമ്പോഴേ ഞാൻ പറയുന്നതൊക്കെ അവൻ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാകുമെന്ന് ദേവയാനി നവ്യയോട് പറയാം. അപ്പോഴത്തേക്ക് നവ്യ ഇങ്ങനെ ജലജയുടെ നേരെ നോക്കും കേട്ടോ. അമ്മ അബി എന്തിനാ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ താണു വണങ്ങി നിൽക്കുന്നതെന്ന് നവ്യ ചോദിക്കുമ്പോൾ, അല്ല മോളെ വീടിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ വഴക്കൊക്കെ വേണോ? ഇത് ചെറിയ കാര്യമാണെന്നാണോ പറയുന്നത്? അവൻ്റെ ഒരു കുഞ്ഞെ മുകളിൽ കിടക്കുന്നുണ്ട്, അതിനെ അവൻ പുറത്തു കൊണ്ടുപോകുന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിനാവശ്യമുള്ളതൊന്നും വാങ്ങിച്ച് കൊടുക്കുന്നുമില്ല എന്നും പറഞ്ഞ് നവ്യ പറയാം. അപ്പോൾ ദേവയാനൊന്നും വേണ്ട നിൽക്കാം, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് നവ്യ അബിയെ വിളിക്കുന്നു. ജലജയുടെ കയ്യും കാലും ഇങ്ങനെ കിടന്ന് കിളികിലാന്ന് വിറയ്ക്കാം. മൊത്തം പ്രശ്നമാകുമെന്ന് മനസ്സിലായി. ഈ സമയത്ത് വിളിച്ചപ്പോൾ ഫോണൊക്കെ ഓഫാക്കി വെച്ചേക്ക് ആശാൻ. അവൻ ഇപ്പോഴല്ലേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്? അതിനിടയ്ക്ക് എങ്ങനെ അവൻ്റെ ഫോൺ ഓഫായതെന്ന് ചോദിക്കുമ്പം അവനെ ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും, നീ വിളിക്കുമെന്ന് കരുതിയെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. ശോ എൻ്റെ പൊന്നോ, നീ പിന്നാലെ പോയി വിളിച്ചത് അവൻ കേട്ട് കാണത്തില്ല മോളെന്ന് ജലജ പറയുമ്പം അത് ആന ചെവി വെച്ചിട്ട് അവൻ കേൾക്കാത്തതെന്ന് നവ്യ ചോദിച്ചു. അവൻ വണ്ടി വിടുന്നതിന് മുന്നേ ആണല്ലോ ഞാൻ അവനെ വിളിച്ചത്, എന്നിട്ട് അവൻ എന്നെ നോക്കാതെ വണ്ടി വിട്ടു പോവല്ലേ ചെയ്തതെന്ന് ചോദിക്കുമ്പം എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞ് ജലജ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി തലയൂരിപ്പോയതാ. അപ്പം മോനും മരുമോളും പോയതിന് അബിയോടാ അമ്മായി ദേഷ്യം കാണിക്കുന്നതല്ലേ എന്ന് നവ്യ ചോദിച്ചു. അത് കേട്ടപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ നീ വെച്ചോ, എൻ്റെ മോനും മരുമോളും പോയ സങ്കടം എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് തീർക്കണ്ടേന്ന് ചോദിക്കുമ്പം ഈ അടിമത്തം അധികകാലം സഹിച്ച് അവൻ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ വേണ്ട, അവനെയും കൊണ്ട് നീ വീട് വിട്ടു പോയിക്കോളാൻ പറഞ്ഞു. അതാണ് അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ എനിക്കറിയാം, ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നവ്യ പറയാം. പിന്നെ അവനെന്നുവേ ഈ വീട്ടിലെ പണിയെടുത്ത് ഇവിടെ ജീവിക്കുന്ന ആരും കരുതണ്ടെന്നും പറഞ്ഞു. അതും പറഞ്ഞ് ഇവളും അകത്തേക്ക് കയറിപ്പോയി. ദേവയാനി അന്നേരത്തേക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന നയന കേട്ടോ. നയന റെഡി ആവുക. അപ്പോഴത്തേക്ക് ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ഞാനാണല്ലോ സാധാരണ നിർബന്ധിക്കാറ് ഇതൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന കാര്യത്തെപ്പറ്റി. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു. എടി കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഒത്തിരി ആയില്ലേ, മാത്രമല്ല ഇത് കുംഭമാസമല്ലേ, ഈ മാസം മുത്തച്ഛൻ്റെ ജന്മമാസമാണെന്ന കാര്യവും പറഞ്ഞു. ജന്മമാസം എല്ലാവർക്കും അത്ര നല്ലതല്ല എന്നാണല്ലോ പറയാറ്, അതുകൊണ്ട് മുത്തശ്ശന് വേണ്ടി വഴിപാട് നടത്തണമെന്ന് പറയുമ്പം എന്നുള്ളത് നേരത്തെ പറയണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ പിറന്നാൾ എന്ന ആദർശിട്ടാണ് വരുന്നത്. അപ്പോൾ കുംഭത്തിലെ പൂരം നക്ഷത്രക്കാരനാണ് മുത്തശ്ശൻ എന്ന കാര്യം പറയുന്നു. പൂരം പിറന്ന പുരുഷനാണല്ലേ, അതുകൊണ്ടല്ലേ ഇത്രയും തലയെടുപ്പും ഗാംഭീര്യമൊക്കെ ഉള്ളത്. അപ്പോൾ ഏത് നാളിൽ ജനിച്ചാലും അതുണ്ടാകും. നല്ല സമയത്താണ് ജനനമെങ്കിൽ ഗ്രഹങ്ങളൊക്കെ ഉച്ചത്തിലാണെങ്കിൽ അത് സംഭവിച്ചിരിക്കുമെന്ന കാര്യം പറയാ നയന. മുത്തശ്ശനോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും മുത്തശ്ശനോട് ഭയങ്കര സ്നേഹമാണല്ലോ, അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ആദർശം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുത്തശ്ശനും എന്നെ വെറുക്കാനൊന്നും പറ്റത്തില്ല എന്നും പിന്നെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടാകും, അതുതന്നെ എൻ്റെ വിശ്വാസമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എങ്കിലും മുംബൈയിലെ ഡീല് നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരു മുത്തശ്ശനെയാണ് ഞാൻ കണ്ടത്. അതിന് ശേഷം മുഖത്ത് ചിരി ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിഷമഘട്ടം ഉണ്ടാകുന്നത്. ശരിക്കും ഇതിനകത്ത് കിടന്ന് ബുദ്ധിമുട്ടുന്നത് മുത്തശ്ശിയാണ്. ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു മുത്തശ്ശൻ്റെ മനസ്സ് ആർക്കും പിടികിട്ടില്ല എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് നയന പറയുമ്പം മുത്തശ്ശിയെക്കാളും അറിഞ്ഞിട്ടുള്ള ആരും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം മുത്തശ്ശൻ എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാം, അതായിരിക്കും മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്. നീ എന്തായാലും റെഡിയാണ്, നമുക്ക് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇവർ പോകാൻ റെഡിയാകുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെ കുടുംബക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം ചെയ്യുക കേട്ടോ. അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്ത് അദ്ദേഹം വന്ന് തൊഴുതു. മുത്തശ്ശി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. പ്രാർത്ഥിച്ച് രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടുന്ന് പ്രസാദവും ഒക്കെ വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടുത്തെ തിരുമേനി ഇങ്ങനെ വന്ന് നിൽക്കാം.
അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ജന്മമാസമാണെന്ന് പറഞ്ഞു. അറിയാം, അവിടുത്തെ ഓരോ വിശേഷങ്ങളും എനിക്ക് മനഃപ്പാടമാണ് എന്ന് തിരുമേനി അന്നേരം ഇവരോട് പറയുന്നു. അതെ, അന്നേ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചില്ല എന്ന് വലിയ തിരുമേനിയാണ് എല്ലാവരോടും പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ഇവിടെ വരുമ്പോൾ ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയ കഥ പറയാൻ തിരുമേനി നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് ഈ തിരുമേനി പറഞ്ഞു. കുടുംബത്തിൽ നല്ല താളം തെറ്റലുകളും കാര്യങ്ങളും ഉണ്ട്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുടുംബദേവതയ്ക്ക് ഇഷ്ടമുള്ള വഴിപാടൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞപ്പം അതിൻ്റെ ഫലം ഉണ്ടാകും സാറേ എന്ന് പറയുകയാണ് ഇദ്ദേഹം. ഉണ്ടാവണമെന്ന് മുത്തശ്ശൻ. അങ്ങനെ അനന്തപുരിയെ രക്ഷിക്കാൻ മുത്തശ്ശൻ ആ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഇങ്ങ് പോരും കേട്ടോ. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് ഇങ്ങ് പോരുമ്പം ഇദ്ദേഹം എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയാം. അത് അവനെ കൂടി അറിയിച്ചിട്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവില്ലായിരുന്നു എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോൾ തൻ്റെ ഈ സ്വഭാവമാണ് കേട്ടോ എനിക്ക് പിടിക്കാത്തത്. തന്നോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. കുടുംബത്തിനെയും നമ്മുടെ ബിസിനസ്സിൻ്റെയും കെട്ടുറപ്പിന് വേണ്ടിയിട്ടുമാണ്. അത് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. അനന്തമൂർത്തി മരിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പം എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാണ്. വാർദ്ധക്യം എത്തുമ്പോൾ മരണം ജീവിതവും തമ്മിലുള്ള ഒരു ദൂരം കുറയും. അവരെ കൊണ്ട് പിന്നീട് ഒരു ഉപയോഗമില്ലാത്ത ആവുകയും ചെയ്യും. തലച്ചോറ് ദ്രവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. പിന്നെ നമ്മൾ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജഡം കണക്കാണ് നമ്മളുടെ ജീവിതം. പാരമ്പര്യമായിട്ട് അനന്തപുരി തറവാടും ചിട്ടവും നിയമവും ഒക്കെ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് പഴയ പ്രൗഢി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നതെന്നൊക്കെ മുത്തശ്ശൻ പറയുക. അപ്പോൾ മറ്റു പലയിടത്തും കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ എത്രയോ തവണ തന്നോട് പറഞ്ഞിട്ടുള്ളതാ, കുടുംബത്തിൻ്റെ നാഥനിപ്പോൾ ആദർശമാണെന്നുള്ളത്. അവന് പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തറവാടിനും ബിസിനസ്സിനും നാഥനില്ലാതെ ആയി പോവില്ലേ എന്നും മുത്തശ്ശൻ ചോദിക്കുക. അതൊരിക്കലും സംഭവിക്കാൻ പാടുള്ള കാര്യമല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സ് എന്താണെന്ന് അറിഞ്ഞ തൻ്റെ നാവിൽ നിന്ന് ഇതൊന്നും ഒരിക്കലും പുറത്ത് പോയേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു നിൽക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെട്ട് പോകുന്നത് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ കൊച്ചുമോനായിരിക്കും എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തതേ ആദർശം നയനയും കൂടെ അമ്പലത്തിലേക്ക് വന്ന് ഇറങ്ങുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.